ഇതാണ് നമ്മുടെ വാനിറ്റി. അലക്സ, ടേൺ ഓൺ വാനിറ്റി. അപ്പം ഇതാണ് എൻ്റെയും മറിയത്തിൻ്റെയും വാനിറ്റി. അപ്പം ഇതൊരു വാനിറ്റി ടൂർ അല്ലെങ്കിൽ ഒരു ഓർഗനൈസിങ് ടിപ്സ്, ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ ഒരു കോസ്മെറ്റിക്സ് സംഭവങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കണേന്നൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള രീതികളുണ്ടാവുമല്ലോ. അപ്പം ഞങ്ങളുടെ ചോയ്സസ് എന്താണെന്ന് കാണിച്ചു തരാം. ആദ്യം ഞാൻ എൻ്റെ ഈ ഒരു വാനിറ്റി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇത് വലിയൊരു മിറർ ഉണ്ട്, നിങ്ങൾക്ക് കാണാം. അതുപോലെ ഈ മിററിന് ചുറ്റും ഇത്രയും ലൈറ്റ്സ് ഉണ്ട് കേട്ടോ, ഒത്തിരി ലൈറ്റ്സ് ഉണ്ട്. അപ്പം നമുക്ക് ഇരുന്ന് മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഇത് നല്ല മുഖത്തേക്ക് നല്ല ലൈറ്റൊക്കെ അടിച്ചിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് മേക്കപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം പിന്നെ ഞാനിതിൻ്റെ മുകളിൽ വെച്ചേക്കുന്ന സാധനങ്ങൾ, ഈ ഒരു സംഭവം കണ്ടോ, ഈ കിളിക്കൂട് പോലത്തെ സംഭവം, ഇതെന്താണെന്നറിയോ? മറിയം ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ച്. ഇതാണ് എൻ്റെ ബ്രഷസ് വെക്കുന്ന, മേക്കപ്പ് ബ്രഷ് വെക്കുന്ന ഒരു സാധനം കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് എന്തോ മേടിച്ചതാണ്. അപ്പം ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനും എളുപ്പമാണ്. അതുപോലെ തന്നെ നമുക്കത് പൊടിയൊന്നും കയറാതെ അടച്ച് പ്രോപ്പറായിട്ട് വെക്കാനും വളരെ എളുപ്പമാണ്. വളരെ ഉപകാരമുള്ള ഒരു സാധനമാണ് കേട്ടോ. ഇനി മറിയത്തിൻ്റെ ഫേസ് കാണുന്ന സംഭവം നോക്കിയൊക്കെ, ഇതൊരു ചെറിയ മിററാണ്, നമ്മുടെ ടേബിളിലൊക്കെ വെക്കാൻ പറ്റുന്നത്. അപ്പം ഞാൻ ഇത്രയും വലിയ മിററും അതുപോലെ ഇതിന് ചുറ്റും ലൈറ്റ്സും എല്ലാം മേടിച്ച് കഴിഞ്ഞിട്ടേ എനിക്ക് കുഞ്ഞൊരു മിററും കൂടെ വേണമെന്ന് തോന്നി. എന്തിനാന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണൊക്കെ എഴുതുമ്പോൾ അല്ലെങ്കിൽ അതുപോലെ ഐ ഷാഡോ ഒക്കെ ഇടുമ്പം ഈ വലിയ മിററിൽ നോക്കുന്നതിനേക്കാളും നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ചെറിയ മിററിൽ നോക്കിയാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിലൊരു വേറെ സാധനം എന്ത്, നമ്മുടെ കുറച്ചൊരു അടുത്ത മുഖം കാണിക്കുന്നത് കണ്ടോ. ഇപ്പൊ അടുത്ത ഇപ്പൊ ദൂരാണ്. അതിന് രണ്ട് സൈഡ് ഉണ്ട്, ഒരെണ്ണം മാഗ്നിഫൈ ചെയ്ത് കാണിക്കുന്നതും ഒരെണ്ണം നോർമലി കാണിക്കുന്നതും. പിന്നെ ഞാൻ ഈ ഒരു ടേബിൾ ടോപ്പിൽ ഞാൻ സാധാരണ ഒത്തിരി സാധനങ്ങളൊന്നും വെക്കാറില്ല. ഇതെനിക്ക് എപ്പോഴും ക്ലിയർ ആക്കി ഇടാനാണ് കേട്ടോ ഇഷ്ടം. ഞാൻ വെച്ചേക്കുന്ന കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഈ രണ്ട് ആൾക്കാരെ കണ്ടോ, ഇവിടെ ഞാൻ മധുരയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ അവിടെ കുറേ സ്റ്റോൾസ് ഉണ്ടാവുമല്ലോ. അപ്പം അതിൽ നിന്ന് ഒരെണ്ണത്തിൽ നിന്ന് മേടിച്ചതാണ്. ഇതെനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി, അപ്പം ഞാൻ അവിടെ നിന്ന് അങ്ങ് മേടിച്ചതാണ്. അപ്പം ഇതാണ് ഞാൻ വെക്കുന്ന ഒരു സാധനം. അതുപോലെ ഈ ഒരു ടേബിളിലൊക്കെ സാധനങ്ങൾ, ചീപ്പ്, ബുഷ്, അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന പല സാധനങ്ങളൊക്കെ അൺഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് എനിക്ക് ഒട്ടും താല്പര്യമുള്ള കാര്യമല്ല. അതുകൊണ്ട് എപ്പോഴും ഇതിലിതാ ഇത്രയും സംഭവങ്ങൾ മാത്രമേ കാണുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ വെക്കുന്നത് ഇതെൻ്റെ കുങ്കുമച്ചെപ്പാണ് കേട്ടോ. കുങ്കുമച്ചെപ്പാണ്. മറിയം തുറന്നേ. ഇതിലെപ്പോഴും കുങ്കുമം ഉണ്ടാവും. ഞാൻ എന്നും കുങ്കുമം തൊടാറൊന്നുമില്ല, പക്ഷെ പണ്ട് മുതലേ ഒത്തിരി വർഷങ്ങളായിട്ട് എനിക്കുള്ള ഒരു കുങ്കുമച്ചെപ്പാണിത്. അപ്പം അതും ഈ ടേബിൾ ടോപ്പിലുണ്ടാവും. പിന്നെ ഇത് ഒരു ആഭരണപ്പെട്ടി കൈൻഡ് ഓഫ് തിങ് ആണ്. ഇതിൽ ഞാൻ പെട്ടെന്ന് നമ്മൾ കമ്മലോ മാലയോ ഒക്കെ അഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ നിരത്തിയിടാതെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെക്കും. എൻ്റെ ഉള്ളിൽ ഇപ്പം ജസ്റ്റ് ഞാൻ അങ്ങനെ വെച്ചൊരു വള മാത്രമേ ഉള്ളൂ. അപ്പം ഞാനങ്ങനെ പെട്ടെന്ന് അങ്ങനെ വലിച്ചു വാരി ഇടുന്നത് ഒഴിവാക്കാനായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഒരു ക്രീമുണ്ട് കേട്ടോ. ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ വെക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് യൂസ് ചെയ്യാറുണ്ട്. അപ്പം അതുകൊണ്ടായിരിക്കും ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് യൂസ് ചെയ്യുന്നത്. ഇതൊരു ബോഡി ബട്ടർ ആണ്, ബോഡി ഷോപ്പിന്റെ. നല്ല ഫ്രാഗ്രൻസ് ഒക്കെ ഉള്ള സംഭവമാണ് കേട്ടോ. അപ്പം ഇതുപോലെ ഈ ഒരു ഡ്രസ്സിംഗ് ടേബിള് ഞാൻ പണിയിപ്പിക്കാനുള്ള കാരണം, ഞങ്ങളൊരു ഹോട്ടലിൽ, മധുരയിലൊരു ഹോട്ടലിൽ താമസിക്കാൻ പോയി കേട്ടോ. അപ്പം അവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ടായിരുന്നു. ഇതുപോലെയൊന്നും അല്ലാട്ടോ ഇരിക്കുന്നത്, വേറെ ഡിഫറെൻറ്റ് സ്റ്റൈൽ, ഒരു ട്രഡീഷണൽ രീതിയിൽ. പക്ഷെ അതിലിരുന്ന് തലയൊക്കെ ചെയ്യി മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നി കൊള്ളാലോ, എന്ത് രസമായിരിക്കും ഇങ്ങനെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ടെങ്കിൽ, വീട്ടിലുണ്ടെങ്കിൽ തോന്നി. പിന്നെ പിറ്റേ ദിവസം തന്നെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ തൊട്ട് ഡ്രസ്സിംഗ് ടേബിളിൻ്റെ ഡിസൈൻസ് ഒക്കെ നോക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ ഞാൻ ഗൂഗിളിൽ നിന്ന് കുറേ റിസർച്ച് ചെയ്ത് ഫൈൻഡ് ചെയ്ത് ഒരു സംഭവം, ഒരു മോഡലാണിത്. പക്ഷേ ഞാൻ എൻ്റേതായിട്ടുള്ള നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാണല്ലോ നമ്മൾ ഫേർണിച്ചറൊക്കെ പണിയിപ്പിക്കുന്നത്. അപ്പം എനിക്ക് ആവശ്യമുള്ള രീതിയിലാണ് ഞാനിത് പണിയിപ്പിച്ചിരിക്കുന്നത്.
അപ്പം ഈ ഒരു ഡ്രസ്സിങ് ടേബിളിന് ഞാൻ സ്പെസിഫൈ ചെയ്ത് എനിക്ക് നിറച്ച് ലൈറ്റ് വേണമെന്നാണ്, നല്ല വെട്ടം വേണം മുഖത്തേക്ക്. അതുപോലെ തന്നെ ഇതിൽ വളരെ 4 റാക്സേ ഉള്ളൂ ആകെ കൂടെ. പക്ഷെ അതെല്ലാം നല്ല ഡീപ്പായിട്ടുള്ള റാക്സ് വേണം എന്നെനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം കുഞ്ഞു കുഞ്ഞു ഡ്രോയേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ഒത്തിരി റാക്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. 5-8 10 ഒക്കെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ബോട്ടിൽസ് ഒന്നും നല്ല വൃത്തിയായിട്ട് വെക്കാൻ പറ്റില്ല. അപ്പം ഇതിൽ ആണെങ്കിൽ നല്ല ഡീപ്പായിട്ടുള്ള റാക്സ് ആയതുകൊണ്ട് തന്നെ എനിക്കിതിൽ ബോട്ടിൽസ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വെക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഞാൻ ഈ ഡ്രസ്സിങ് ടേബിളിലേക്ക് എത്തിയത് കേട്ടോ. ഇതിപ്പം ഞങ്ങൾ പണിയിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം ഏകദേശം 1 കൊല്ലം കഴിഞ്ഞു. എനിക്ക് എൻ്റെ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫർണിച്ചർ ഇത് തന്നെയാണ് കേട്ടോ. ഞാൻ ആഗ്രഹിച്ച് പണിയിപ്പിച്ച് എടുത്തത്. അതുപോലെ വളരെ കൺവീനിയൻ്റ് ആണ് യൂസ് ചെയ്യാനായിട്ട്. നമ്മളിങ്ങനെ ഇരുന്ന് കഴിയുമ്പം നമുക്ക് നമ്മളെ ഒന്നും ടേബിളിൽ ഈ മേക്കപ്പ് പ്രോഡക്ട്സ് ഒന്നും ഇങ്ങനെ നിരത്തി വെക്കേണ്ട ആവശ്യമില്ല. ഇത് തുറക്കുക, എടുക്കുക, അവിടെ തന്നെ തിരിച്ചു വെക്കുക, ഒന്നും മിസ്പ്ലേസ് ആയി കിടക്കില്ല. അതുപോലെ തന്നെ ഇരുന്ന് ചെയ്യാനായിട്ട് ഇവിടെ അതിൽ തന്നെ ഒരു സ്റ്റൂളും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ആവശ്യത്തിനനുസരിച്ച് ഇത് പുറത്തേക്ക് തള്ളി നമുക്കതിൽ ഇരുന്ന് മേക്കപ്പ് ചെയ്യാം. നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിയുമ്പം അതങ്ങ് തള്ളി അകത്തേക്ക് കയറ്റിയിടാം. ഒട്ടും സ്പേസ് പോകുന്നില്ല കേട്ടോ. ആ ഒരു ഫർണിച്ചറിൻ്റെ കൂടെ തന്നെ അതിരുന്നോളും. ഈ രീതിയിൽ നമുക്കിത് സെറ്റാക്കി വെക്കാം കേട്ടോ. ഇതിന് 4 റാക്സ് ആണുള്ളത്. 1 2 3 4. ആക്ച്വലി ഞാൻ ഇവിടെയും കൂടെ ഒരു റാക്ക് പറഞ്ഞതായിരുന്നു. ഞാൻ പറഞ്ഞത് അവർക്ക് മനസ്സിലാവാത്തതോ എന്തോ അത് മിസ് ചെയ്തു. അല്ലെങ്കിൽ ഇവിടെയും കൂടെ ചെറിയൊരു ഡ്രോ ഇങ്ങനെ തുറക്കാൻ പാകത്തിന് ഞാൻ പറഞ്ഞതായിരുന്നു കേട്ടോ. അപ്പം അത് അവർക്ക് എന്തോ വിട്ടുപോയി. അപ്പം നമ്മുടെ ഫസ്റ്റ് റാക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഫസ്റ്റ് റാക്ക് ഒന്ന് ഓപ്പൺ ചെയ്തെന്നറിയാം. കണ്ടോ, ഇതിൽ ഞാൻ വെച്ചിരിക്കുന്നത് ഇത് ഒരുമാതിരി ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഇതിൽ നമ്മുടെ എല്ലാ ടൈപ്പിലുള്ള കോംസും ഒന്നിച്ചാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. പല വീടുകളിലും ആൾക്കാർ ചീപ്പ് എവിടെയാ എന്നൊക്കെ ചോദിച്ച് തപ്പി നടക്കുന്നത് കാണാറുണ്ട്. അപ്പം ഇവിടെ എല്ലാ കോംസും എല്ലാ ഹെയർ ബ്രഷസും എല്ലാം ഒന്നിച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഒന്നും മിസ്സാവില്ല. നമുക്ക് പെട്ടെന്ന് ഒന്ന് ഒരുങ്ങി പോകണമെങ്കിലൊക്കെ ഇതൊന്നും തപ്പി നടക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. പിന്നെ കുറച്ച് സംഭവങ്ങൾ, എൻ്റെ പെർഫ്യൂംസ്, ഇയർബഡ്സ്, മോയ്സ്ചറൈസേഴ്സ്, അതുപോലെയുള്ള കുറച്ച് സെറംസ്, ഹെയർ സെറം, അതുപോലെയുള്ള കുറച്ച് ഐറ്റംസ് ആണ് ഞാൻ വെച്ചിരിക്കണേ. അതുപോലെ ഇതിൻ്റെ ഒരു ഡെപ്ത് കണ്ടോ, ഇത് ഇത്രയും വലിയൊരു ബോട്ടിൽ വരെ ഇരിക്കാൻ പാകത്തിന്. അപ്പം ഞാൻ ഇങ്ങനെ ബോട്ടിൽസ് ഒക്കെ വെക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ഡീപ്പായിട്ടാണ് ഇത് ചെയ്തിരിക്കണത്. ഓക്കെ, അപ്പം മറിയാം ക്ലോസ് ചെയ്തു. അപ്പം മറിയാം നെക്സ്റ്റ് അതിൻ്റെ താഴത്തെ ഒന്ന് ഓപ്പൺ ചെയ്ത് മറിയാം. ഇതിൻ്റെ താഴത്ത് ഞാൻ വെച്ചിരിക്കുന്നത് കുറച്ച് വെറ്റ് വൈപ്സ്, ടിഷ്യൂസ്, മേക്കപ്പ് റിമൂവ് ചെയ്യുന്ന വൈപ്സ്, അതുപോലെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ അതും ക്ലോസ് ചെയ്തു. നമുക്കെപ്പോഴും റൈറ്റ് സൈഡിൽ വെച്ചിരിക്കുന്നത് നോക്കാം. റൈറ്റ് സൈഡിൽ നമുക്കെപ്പോഴും കയ്യിൽ നമുക്ക് കണ്ണെഴുതാനും പൊട്ടുവിടാനൊക്കെ നമ്മൾ വലത്തെ കൈ കൊണ്ടല്ലേ ഓരോ സാധനങ്ങളും എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എളുപ്പത്തിലുള്ള കുറച്ച് സാധനങ്ങളായിട്ട് ഞാൻ വെച്ചിരിക്കണേ. അപ്പം ഇത് നമ്മുടെ മേക്കപ്പ് ചെയ്യാനായിട്ടുള്ള സംഭവങ്ങളാണ്. മറിയ അവിടെ വെച്ച് ഞാൻ കാണിച്ചു കൊടുക്കും. അപ്പം ഈ ഒരു സംഭവം കണ്ടോ, ഇത് ഞാൻ മിനീസൂന്ന് മേടിച്ചതാണ് കേട്ടോ. ഈ മേക്കപ്പ് സാധനങ്ങളൊക്കെ, കുട്ടി സാധനങ്ങളൊക്കെ നമുക്ക് ഇട്ട് വെക്കാൻ പറ്റുന്ന, അതായത് ലിപ് ബാം, പിന്നെ ബ്ലഷ്, അതുപോലെ ലിപ്സ്റ്റിക്, അതൊക്കെ ഇങ്ങനെ കുഞ്ഞു സാധനങ്ങളിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നും നമുക്ക് എടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പം ഈ സാധനം എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. പിന്നെ അതുപോലെ കുറച്ച് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ. പിന്നെ ഇതിൻ്റെ സൈഡിലിരിക്കുന്ന കുട്ടി പൗച്ചസ് കണ്ടോ, ഇത് ഞാൻ എവിടെയെങ്കിലും പോകുമ്പം ഇതിലെന്തെങ്കിലും കുട്ടി സാധനങ്ങളൊക്കെ ഇട്ട് എൻ്റെ ബാഗിൽ വെക്കുന്ന പൗച്ചസ് ആണ് കേട്ടോ. ഇത്രയാണ് ഇതിൽ ഉള്ളത്. ഇതൊന്ന് ഓപ്പൺ ചെയ്തേ. അടുത്തതിൽ ഞാൻ എൻ്റെ കുറച്ച് ആക്സസറീസ് ആണ് വെച്ചിരിക്കുന്നത്. നല്ല കുറച്ച് കമ്മൽ, വള, മാല, ഇങ്ങനത്തെ സംഭവങ്ങളാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ്. അപ്പം മറിയം അടച്ചോളൂ. അപ്പം ഇതൊക്കെയാണ് എൻ്റെ വാനിറ്റി ടൂറിൽ ഉള്ളത്. അപ്പം ഇതാണ് ഞങ്ങളുടെ ഒരു വാനിറ്റി ടൂർ കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഞങ്ങളുടെ വാനിറ്റി ഞങ്ങൾ ഓർഗനൈസ് ചെയ്ത് സൂക്ഷിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്